ഷെറിൻ്റെ യാത്ര എവിടെ എത്തിച്ച് നിർത്തിയിരിക്കുന്നു ഷെറിനെ? എനിക്ക് തോന്നുന്നു 4 വർഷം മുമ്പാണ് നമ്മളൊരു കൊച്ചി തേരാപ്പാറ എന്ന് പറയുന്ന ഒരു ട്രാവൽ സീരീസ്, ഈ കൊച്ചി മുഴുവനും സൈക്കിളിൽ കാണിക്കുന്ന ഒരു യാത്രാ സീരീസ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് കൂടുതൽ ആളുകൾ നമ്മളെ അറിയാനൊക്കെ തുടങ്ങിയത്. അന്നും ഇതുപോലെ മാതൃഭൂമി ന്യൂസിലെ ഒരു നമ്മളെക്കുറിച്ചൊരു വാർത്ത കൊടുത്തിരുന്നു. സൈക്കിൾ എവിടെയാണ് അവനെ മറന്നോ? ഒരു 4 വർഷത്തിന് ശേഷം വെച്ചിട്ടുണ്ടോ വീട്ടില്? ഇല്ല ആ സൈക്കിൾ ഇവിടെ തന്നെ ഉണ്ട്, കുട്ടപ്പനായിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. യൂസ് ചെയ്യൽ ഇത്തിരി കുറവാണ്. സൈക്കിളിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അന്റാർട്ടിക്ക സൈക്കിൾ ഇപ്പോൾ നിലവിൽ പറ്റില്ല. അപ്പോൾ 4 വർഷത്തിന് ശേഷം നമ്മളിപ്പോൾ അന്റാർട്ടിക്ക വരെ യാത്ര ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അല്ല, ഷെറിൻ ഇപ്പോൾ ഈ തേരാപ്പാരയിലൂടെ ആദ്യം നമ്മൾ കാണുക, അതിന് മുമ്പേ ഷെറിൻ തുടങ്ങിയിരുന്നു. പ്രേക്ഷകരോട് ശ്രദ്ധിക്കുക, കോവിഡ് സമയത്തെ സാധ്യതകൾ എങ്ങനെ മനുഷ്യന് ഉപയോഗപ്പെടുത്തുന്നു എന്നതിൻ്റെ വലിയ ഉദാഹരണം കൂടിയാണ് ഷെറിൻ. അല്ലെ ഷെറിൻ, ആ തേരാപ്പാര തുടങ്ങി ലാലേട്ടൻ അഭിനയിച്ച വീടുകളുടെ സെറ്റ്, അല്ലെങ്കിൽ നമ്മൾ കണ്ട പല സിനിമകളുടെയും ലൊക്കേഷൻ വീടുകളൊക്കെ കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ അത്ഭുതത്തോടെ കൂടിയതാണ്. അപ്പോൾ അവിടെ നിന്ന് എവിടെ നിന്നാണ് ഷെറിന് ഇത് ഞാനൊരു സൈക്കിളിൽ കൊച്ചി വട്ടം കറങ്ങി നിർത്തേണ്ടതല്ല, എൻ്റെ യാത്രയ്ക്ക് കുറച്ച് നീളം കൂട്ടണം, അത് കുറച്ച് വിപുലമാക്കണമെന്നൊരു ചിന്തയിലേക്ക് കൂടി പോയത്? അതെ, അപ്പം നമ്മൾ ഏതാണ്ട് ഒരു 2018 തൊട്ട് ഈ ഒരു യാത്രാ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുന്ന രീതിയുണ്ട്. 2020 ശേഷമാണ് ഈ പറയുന്ന ഒരു ട്രാവൽ സീരീസ് നമ്മൾ കൊച്ചി തേരാപ്പാര സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് അത്യാവശ്യം ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അടുത്തൊരു ഓരോ യാത്രകളൊക്കെ ആയിട്ട് പോയി. പിന്നെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും കാണാൻ പോയി. പിന്നെ 2022 തൊട്ടാണ് നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളൊക്കെ കാണാനായിട്ടൊരു പ്ലാനൊക്കെ ഇട്ട് യാത്രകൾക്ക് തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് എൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ നേപ്പാളായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഞാൻ എവറസ്റ്റ് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. അതിന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്നുള്ള ഒരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ എവറസ്റ്റിൻ്റെ മുകളിൽ കയറാന്നുള്ള അത് വേറൊരു വലിയൊരു എക്സ്പെഡിഷനാണ്. അതിന് ഭയങ്കര സാമ്പത്തികമായിട്ട് ചിലവൊക്കെ വരും. ഒരു 50 ലക്ഷമോ അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ചിലവ് വരും. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ എവറസ്റ്റ്, ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ആ ഒരു പർവ്വതം കേട്ടിട്ടൊക്കെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതെ, നമ്മളത് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നേരിട്ട് കാണണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ എവറസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോയി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഇന്റർനാഷണൽ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. നേപ്പാളിലായിരുന്നു എവറസ്റ്റ് ഉള്ളത്. അതെ, ഇപ്പം നിലവിൽ 16ഓളം രാജ്യങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചു. പക്ഷെ ഞാനൊരിക്കലും രാജ്യങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയൊന്നും യാത്രയില്ല. ഒരു പ്രത്യേക സ്ഥലങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട, ഈ ഭൂപ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് പ്രത്യേകത ഉള്ള അത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുത്താണ് യാത്ര ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ അന്റാർട്ടിക്ക കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ അന്റാർട്ടിക്കയിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോഴത്തെ യാത്ര. അതിനു മുമ്പ് നമ്മൾ ഇന്തോനേഷ്യയിലെ പല സ്ഥലങ്ങളും, തുർക്കിയിലും പിന്നെ ഈജിപ്ത്, എനിക്ക് പിരമിഡ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഈജിപ്തിൽ പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിലവിൽ സ്ഥലങ്ങളൊക്കെ എവറസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ കൊടുമുടി. അപ്പം അതുപോലെ പിരമിഡുകളെ കുറിച്ച് പഠിച്ചു. അപ്പം അത് അങ്ങനെയാണ് ഈ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുന്നത്. അതെ. ഇപ്പം ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളും അങ്ങനത്തെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ കേട്ടിട്ടുള്ള, നമ്മൾ സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടാവില്ല, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത. ഇപ്പം ഞാൻ ഇന്തോനേഷ്യയിൽ ജാവ എന്ന് പറയുന്ന ഒരു ദ്വീപിൽ ഒരു ഇജൻ വോൾക്കാനോ കാണാൻ പോയി. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലൂ ഫയർ വരും. അതായത് നമ്മളിപ്പോൾ ഈ ഗ്യാസ് ഓണാക്കുമ്പോൾ കത്തുന്ന ഒരു നീല കളർ ലൈറ്റ് ഇല്ല, അതേപോലത്തെ ബ്ലൂ ഫയർ സൾഫർ ഭൂമിക്ക് അടിയിൽ നിന്ന് വന്നിട്ട് ഓക്സിജനായിട്ട് കലരുമ്പോൾ അത് നീല കളറിൽ കത്തും. ഇതൊരു അപൂർവ കാഴ്ചയിൽ ഭൂമിയിൽ ആകെ 2 സ്ഥലത്തേ അതുള്ളൂ. ഒന്ന് ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിലും പിന്നെയുള്ള ഐസ്ലാൻഡിലാണ്. അപ്പോൾ ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ, അപൂർവമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പോകണമെന്നാണ്. അപ്പോൾ ഞാൻ അവിടെ കഴിഞ്ഞ 2022 ഞാൻ അവിടെ പോയി. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ആസിഡ് ലേക്കും അവിടെ തന്നെയായിരുന്നു. സൾഫൂരിക് ആസിഡിൻ്റെ ഒരു തടാകമായിരുന്നു അത്. വീണേ ഞാൻ മരിച്ചൊക്കെ പോകും.